ഷിജിസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള 38 ഇഞ്ച് വണ്ണമുള്ളവരുടെ ഒരു ബ്ലൗസാണ് ചെയ്യുന്നത്. അതായത് സാരി ബ്ലൗസ് കേട്ടോ. 38 ഇഞ്ച് സൈസല്ല, ചെസ്റ്റ് അളവ്, അതായത് ബെസ്റ്റ് പോർഷൻ കൂട്ടിയുള്ള അളവ് 38 ഇഞ്ച് വരുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ സ്ലീവാണ് വെട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വോയിസ് രണ്ടാമതാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ചില പോരായ്മകളൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പം വീഡിയോസ് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ബ്ലൗസിൻ്റെ വീഡിയോസ് ഒത്തിരി ചെയ്തിട്ടുണ്ട് ഓരോ പോർഷൻസിൻ്റെ. അപ്പം നമ്മൾ കൈയിൻ്റെ ഇറക്കം കൊടുക്കുമ്പം താഴെ മടക്കി അടിക്കാനായിട്ട് 1.5 ഇഞ്ചും മുകളിൽ 1/2 ഇഞ്ചും അങ്ങനെ അത്രയും കൂടെ കൂട്ടിയിട്ടു. അപ്പം ഞാൻ 7 ഇഞ്ചാണ് എനിക്ക് വേണ്ട അളവ്. അപ്പം ഞാൻ 9 ഇട്ട് അടയാളപ്പെടുത്തി. ഈ തുണിയുടെ വീതി മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. വീതിയല്ല, ആ ഒരു നീളത്തിൽ നിന്നാണല്ലോ നമ്മൾ വെട്ടിയെടുക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് ഉള്ളിലേക്ക് അടയാളപ്പെടുത്തി. പിന്നെ കൈവണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി അടയാളപ്പെടുത്തി. കൈവണ്ണം എടുക്കുമ്പോൾ ലൂസൊന്നും വേണ്ട നമുക്ക് കേട്ടോ, കറക്റ്റ് അളവുകൾ തന്നെ മതി. എന്നിട്ട് നമ്മളിങ്ങനെ വളച്ച് ആ 3 ഇഞ്ചിലേക്ക് മുട്ടിച്ചു. 2.5 ആയാലും കുഴപ്പമില്ല, 3.5 വരെ പോകാം, ആ ഒരളവേ. അങ്ങനെ നമ്മൾ ഇതിങ്ങനെ വെട്ടിയെടുക്കുകയാണ്. അധികം ഇട്ട് അങ്ങനെ ചെരിച്ച് വെട്ടിയത് എന്നാന്ന് വെച്ചാൽ തയ്യൽ തുമ്പാണ് ഞാൻ ആ ചെരിച്ച് വെട്ടിയെടുത്തത്. കണ്ടോ, ഒരു കൊതച്ച് വെട്ടിയെടുത്തിട്ടില്ലേ, അത് തയ്യൽ തുമ്പാണേ. അപ്പം എന്നിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു നോച്ച് കൊടുത്തു. അതിങ്ങനെ വിടർത്തിയിട്ടതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പീസ് മാത്രം കുഴിച്ച് വെട്ടുവാണ്. ഫ്രണ്ട് കൈക്കുഴി വരുന്നിടത്ത് കുഴിച്ച് വെട്ടുന്നു. അവിടെ നമ്മളൊരു നോച്ചിട്ട് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾ കൈ അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ലീവ് വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ബാക്ക് പീസാണ് വെട്ടുന്നത്. അപ്പോൾ നമ്മൾ തുണി തിരിച്ചിടണം. ഇപ്പോൾ ഇട്ട് വെട്ടിയതിൻ്റെ ഓപ്പോസിറ്റ് മടക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയെടുത്തു. നമുക്ക് വേണ്ട വണ്ണം 38 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ബാക്ക് പീസിന് ലൂസൊന്നും വേണ്ട, കറക്റ്റ് അളവ് തന്നെ മതി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് ബ്ലൗസൊക്കെ തയ്ച്ച് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് കമൻസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് തയ്യൽ പഠിച്ചപ്പോൾ പോലും ഇങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് നന്നായിട്ട് തയ്ക്കാൻ പറ്റി, താങ്ക്സ്. ബ്ലെസ്സിങ്സൊക്കെ എനിക്ക് ഒത്തിരി ഒരു ദിവസം കിട്ടുന്നുണ്ട് പല വീഡിയോസിൽ നിന്നായിട്ട്. അങ്ങനെ കിട്ടുമ്പോൾ നമുക്കത് വലിയൊരു സന്തോഷമാണ്. പിന്നെ അത് ബ്ലെസ്സിങ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ് അത്. കാരണം മറ്റുള്ളവരുടെ അനുഗ്രഹം കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല, അത് വലിയ കാര്യം തന്നെയാണ്. അപ്പം നമ്മുടെ വേണ്ട വണ്ണം എത്രയാണോ, അപ്പം 38ൻ്റെ 4/1 ഭാഗവും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും 1.5 ഇഞ്ചാണ് ഞാൻ ഇടുന്നത്. അപ്പം 38ൻ്റെ 4/1 ഭാഗവും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും, അതാണ് ഞാനിപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയത്. 38നെ 4ആയിട്ട് ഭാഗിക്കുക, അതിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ 11ആണ് കിട്ടിയത്. ആ ഇറക്കം നമ്മൾ 14 ഇഞ്ചാണ് കൊടുത്തത്. മുകളിൽ 1/2 ഇഞ്ച്, താഴെ ഞാൻ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഇറക്കം എടുത്താൽ മതി. ഞാനത് മടക്കി അടിക്കാനുള്ളത് അധികം ഇട്ടതാണ്. നമ്മൾ ഇതിന് ഷോൾഡർ കൊടുക്കുമ്പം 5.5 ഇഞ്ച് മതി കേട്ടോ. 5.5 ഇഞ്ച് ഷോൾഡർ മതി. 38 ഇഞ്ച് വണ്ണക്കാർക്ക് 5.5 മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. നമ്മൾ കൈക്കുഴിയും 5.5 തന്നെ മതി. പക്ഷെ ഞാനിതിലൊരു 5.25 ഇട്ടിട്ടുണ്ട്. 5.25 ഇട്ടോ, 6 വേണ്ട കേട്ടോ, 5.5 5.25 ആ ഒരു റേഞ്ചിൽ മതി നമുക്ക്. പിന്നെ എന്നിട്ട് നമ്മളത് ഈ കൈക്കുഴിയുടെ കർവിന് നമ്മൾ 1 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇപ്പുറത്തോട്ടുള്ളത്, 1.5 ഇഞ്ച്. നമ്മൾ കഴുത്തകലം 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് 8 ഇഞ്ചാണ് വേണ്ടത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ, മുകളിൽ 1/2 ഇഞ്ച് പോകുമല്ലോ, അതുകൂടെ കൂട്ടിയിട്ട് ഞാൻ 8.5 അടയാളപ്പെടുത്തി സ്ക്വയറാക്കി വരച്ചു. ഇനി ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു കഴുത്തിൻ്റെ വിഡ്ത്ത് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, മേളിൽ നിന്നല്ല താഴത്തെ, ആ അതായത് ആ കഴുത്തിൻ്റെ ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മേളിലോട്ട് കയറ്റിയിട്ട് വിഡ്ത്ത് വരുന്ന ഭാഗത്ത് നമ്മൾ പുറത്തോട്ടൊരു 3/4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്.
ആ 1/4 ഇഞ്ചിലേക്ക് ഇവിടെയൊക്കെ കറക്റ്റ് ഇതിലേ തന്നെ പോകണം, കൂട്ടിയെടുക്കരുത്. എന്നിട്ട് താഴെ വരുമ്പോഴത്തേന് വളഞ്ഞ ആ 1/4 മുട്ടിയിൽ മുട്ടിച്ചിട്ട് ഇങ്ങനെ വളച്ചെടുക്കണം. അപ്പം നമുക്ക് കഴുത്ത് നല്ല വൈഡ് കഴുത്ത് കിട്ടുകയും ചെയ്യും, മേളിലോട്ട് അകന്നും പോകത്തില്ല. ഇത് കഴുത്തിൻ്റെയൊക്കെ ഇഷ്ടംപോലെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറി കണ്ടാൽ മതി. ബ്ലൗസിനെ സംബന്ധിച്ച് ഒട്ടുമിക്ക വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ കയറി കാണണം കേട്ടോ. അപ്പോൾ അടിവണ്ണവും നമുക്ക് ലൂസ് വേണ്ട, കറക്റ്റ് അളവ് മതി. അത് ഒത്തിരി ടൈറ്റാക്കിയും ഒത്തിരി ലൂസാക്കിയും പിടിക്കാതെ കറക്റ്റ് അളവിൽ പിടിച്ചിട്ട് അതിൻ്റെ 4/1 കണ്ട് അടയാളപ്പെടുത്തുക. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പം മേളിൽ വണ്ണം എത്രയാണോ അതിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. താഴെ അതുപോലെ തന്നെ 4/1 ഭാഗം എടുക്കുക, അതിൻ്റെ കൂടെ പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ലൂസ് വേണ്ട. നമ്മൾ ഫ്രണ്ട് പീസിലാണ് ലൂസ് കൊടുക്കുന്നത്, ബാക്ക് പീസിൽ ലൂസ് കൊടുക്കുന്നില്ല. അപ്പം അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചെയ്ത് നോക്കിയവർക്കറിയാം എങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ ബാക്ക് പീസ് വെട്ടിയെടുത്തു കണ്ടല്ലോ. ഇതാണ് നമ്മുടെ ബാക്ക് പീസ്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടാൻ പോവുകയാണ്. ഈ ബാക്ക് പീസിൻ്റെ ഒരളവ് മാത്രം പഠിച്ചാൽ മതി. ഫ്രണ്ട് പീസിന് പ്രത്യേകിച്ച് അളവുകളൊന്നും നമുക്ക് പഠിക്കാനില്ല. അപ്പം ഇങ്ങനെ ചെയ്ത് ഒത്തിരി പേര് ബ്ലൗസ് തയ്ച്ചിട്ടുണ്ട്, നന്നായിട്ട് ഒത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർക്കണം. അപ്പോൾ നമ്മൾ ബാക്ക് പീസിന് ഫ്രണ്ട് പീസിന് വേണ്ടി തുണി മടക്കിയിടുമ്പോൾ നേരെ തന്നെയാണ് ഇപ്പോൾ ഞാൻ മടക്കിയിട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ബാക്ക് പീസ് ക്രോസ് വെക്കണം. മനസ്സിലായില്ല? തുണി നേരെയാണ് മടക്കുന്നതെങ്കിൽ ബാക്ക് പീസ് ക്രോസ് കൊടുക്കണം. അപ്പം ക്രോസ് വെച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് തുണി തികയാത്ത സാഹചര്യത്തിൽ നമ്മളിങ്ങനെ തുണിയെ ക്രോസായിട്ട് ആദ്യം മടക്കിയെടുക്കുന്നു. ഇതുണ്ടോ, ഒരു കോണിച്ച് മടക്കിയെടുക്കുന്നു. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ ബാക്ക് പീസ് ഇതിലായിട്ട് വെച്ച് കൊടുത്തിട്ടും വെട്ടിയെടുക്കാം. ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ വെക്കുമ്പം ഇത് ക്രോസായിട്ട് വെക്കരുത്, നേരെ തന്നെ വെക്കണം. ബാക്ക് പീസ് നേരെ വെക്കണം. ക്രോസായിട്ട് ഓൾറെഡി നമ്മൾ മടക്കിയത് കൊണ്ട് അപ്പോൾ അടിയിൽ ക്രോസായിട്ട് തന്നെ കിട്ടും. അതേസമയം ഈ ബാക്ക് പീസ് നമ്മൾ ഇതേൽ ക്രോസ് വെക്കരുത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് നേരെ പീസ് തന്നെ വെട്ടുമ്പോൾ കിട്ടത്തുള്ളൂ. ഇങ്ങനെ വെച്ച് നമ്മൾ ഇതിൽ വെട്ടരുത്. നേരെ പീസ് ഇട്ട് കഴിയുമ്പോൾ മാത്രം നമ്മളിങ്ങനെ ക്രോസായിട്ട് വെക്കുക. തുണി ക്രോസാക്കി വെച്ചതിന് ശേഷം നമ്മൾ ബാക്ക് പീസ് വെക്കുമ്പോൾ നേരെ വെക്കുക. ഇങ്ങനെ വെക്കരുത്. കണ്ടോ, ഇങ്ങനെ തന്നെ ഈ കാണുന്നത് പോലെ വെക്കുക. അപ്പം നമുക്ക് അടിയിലെ പീസ് ക്രോസ് കിട്ടും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? രണ്ടാമത് വോയിസ് കൊടുക്കുമ്പം നമ്മൾ അതിൻ്റെ ആ ഫീല് കിട്ടത്തില്ല. നമ്മൾ പറയുമ്പം മനസ്സിലാകാൻ ഇച്ചിരി പാടാണ്. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ വേറെ വീഡിയോസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ബ്ലൗസിൻ്റെ. അപ്പോൾ അടിയിലേക്കുള്ള ഈ പീസ് നമ്മൾ 1.5-2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾ ഇടുന്നില്ലെങ്കിൽ ഇടണ്ട. ഇടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് വെട്ടുവാണ്. കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് ഈ അടിയിലേക്കുള്ള പീസ് ഞാൻ വെട്ടിക്കളയുകയാണ്. ഞാൻ സാധാരണ അത് വേറൊരു രീതിയിൽ മടക്കിയിട്ടാണ് ഞാനത് അടിക്കുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്ത് മാറ്റി. ഇനി നിങ്ങൾ ഈ ബാക്കിലെ അളവുണ്ടല്ലോ, നമ്മൾ 14 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിത് 14.5 ഇഞ്ചുണ്ട്. അടിയിൽ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമ്മൾ എക്സ്ട്രാ പീസ് വെച്ചടിച്ചാൽ മതി കേട്ടോ. അപ്പം ഇനി ഇത് നമ്മൾ 2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കുന്നു. എല്ലാത്തിൻ്റെയും കട്ടിങ് മെത്തേഡ് ഒന്ന് തന്നെയാണ്. പിന്നെ അളവുകൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏതളവാണേലും നമ്മൾ ഇതുപോലെ തന്നെ ബാക്ക് പീസിൽ ലൂസ് കൊടുക്കാതെ വെട്ടുക. അത്രയേ ഉള്ളൂ. ബ്ലൗസ് എന്ന് പറയുന്നത് ഭയങ്കര സംഭവമൊന്നുമല്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇച്ചിരി ഒന്ന് മനസ്സ് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വലിയ കാര്യമൊന്നുമല്ല. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാം. അപ്പം നമ്മളിത് ഉള്ളിലേക്ക് 2 ഇഞ്ച് മടക്കിയതിന് ശേഷം അടിയിൽ അതിൻ്റെ കറക്റ്റ് അളവിൽ വെച്ച് വരച്ചെടുത്തു. കഴുത്തകലവും ഷോൾഡറും ഒക്കെ ഈ അകലം നമ്മൾ മാറിപ്പോകാതിരിക്കാൻ അതൊന്ന് അളന്ന് നോക്കണം. 2 ഇഞ്ച് തന്നെയാണോ നമുക്ക് കിട്ടിയതെന്ന്. അല്ലെങ്കിൽ കഴുത്തകന്ന് പോയാൽ പ്രശ്നമാണ് ബ്ലൗസിന്. അപ്പം നമ്മളത് കറക്റ്റ് ഒപ്പം വെച്ച് വരച്ചതിന് ശേഷം ഇതുണ്ടോ, ഒപ്പം ഇതിൻ്റെ അളവിൽ അതേ അളവിൽ വരച്ചെടുക്കുക. കഴുത്തിൻ്റെ ഇറക്കം മാത്രം വ്യത്യാസം, ബാക്കിയെല്ലാം ഇതേ അളവിൽ വരച്ചെടുക്കുക. കഴുത്തിൻ്റെ ഇറക്കം ബാക്കിൽ അത്രയും ഫ്രണ്ടിൽ നമുക്ക് വേണ്ടല്ലോ, അതുകൊണ്ട് അവിടെ മാത്രം ഞാൻ അടയാളപ്പെടുത്തിയില്ല. അത് നമ്മൾ പിന്നീട് അളന്നെടുക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച് മാത്രം മതി ഏത് വണ്ണക്കാർക്കും. പിന്നെ ഒരുപാട് ബ്രെഡ് സൈസൊക്കെ ഉള്ളവർക്ക്
ബ്രസ്റ്റ് കൂടുതലുള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഒരു 2 ഇഞ്ച് 1.25 ഇഞ്ച് 2 ഇഞ്ച് അത് കൊടുക്കുന്നത് മുഴുവനായിട്ട് കപ്പിൽ കൊണ്ടുവരാൻ വേണം കേട്ടോ. എന്നിട്ട് നമ്മളിത് സ്ട്രെയിറ്റായിട്ട് താഴോട്ട് വരച്ചെടുത്തു. നേരെ വരയ്ക്കണം, ചെരിയരുത്. അത് നേരെ വരയ്ക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ അടിവണ്ണം കറക്റ്റ് കപ്പ് സൈസൊക്കെ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കഴുത്ത് ഇറക്കം ഞാൻ 6 കൊടുത്തു. 6 ഇടണം മൊത്തത്തിൽ, തയ്യൽ തുമ്പും കൂടെ ചേർത്ത്. അത് നമ്മൾ ബാക്കിൽ തള്ളിയിട്ടത് 3/4 ഇഞ്ചാണല്ലോ. ഈ ഫ്രണ്ടിൽ നമ്മളൊരു 1/2 ഇഞ്ച് പുറത്തോട്ട് അടയാളപ്പെടുത്തുന്നു. കണ്ടല്ലോ, 1/2 ഇഞ്ച്. എന്നിട്ട് നമ്മൾ മേളിൽ നിന്ന് കയറി പോലെ വന്ന് 1/2 ഇഞ്ചിലേക്ക് വരച്ചെടുത്തിട്ട് റൗണ്ടാക്കി വരച്ചെടുത്തു. കണ്ടല്ലോ. ഇനി നമ്മൾ ഇവിടെ കൈക്കുഴി 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി കുഴിച്ച് വെട്ടാനുള്ളതാണ് അടയാളപ്പെടുത്തിയത് കേട്ടോ. ഇങ്ങനെ കുഴിച്ചെടുക്കണം. അപ്പോൾ കൈക്കുഴി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ താഴത്തെ നമ്മൾ വരച്ചല്ലോ, ഒപ്പം വെച്ച് വരച്ചതിൻ്റെ അവിടെ നിന്ന് മേളിലോട്ട് 1.5 ഇഞ്ചാണ് ഈ അടയാളപ്പെടുത്തിയത്. 1.5 ഇഞ്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച്, ഈ ഭാഗത്ത് 1 ഇഞ്ച്. കണ്ടല്ലോ. ഇനി നമ്മൾ ടക്കിൻ്റെ ലെങ്ത്താണ്, അതായത് ടക്ക് പോയിൻ്റ് നമുക്ക് വേണമല്ലോ, അത് 9.5 ഇഞ്ചാണ്. തയ്യൽ തുമ്പോട് ചേർത്ത് ഞാൻ 10 ഇഞ്ച് ഇട്ടു. മേളിൽ നമ്മൾ തയ്യൽ തുമ്പ് പോകുമല്ലോ. പിന്നെ ഇതിൻ്റെ അകലം എങ്ങനെയാണെന്ന് വെച്ചാൽ 38 ആകുമ്പോൾ 3.8 നമുക്ക് വേണം. 40 ആണെങ്കിൽ 4 ഇഞ്ച് അങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് നമ്മളത് നേരെ താഴത്തോട്ടൊന്ന് വരച്ചെടുത്തു. പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് നേരെ താഴത്തോട്ട് വരച്ചെടുത്തു. ഇനി ഇത് നമുക്കിവിടെ ഈ അധികം കിട്ടിയതുണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ 1.5 അധികം ഇട്ട് നേരെ സ്ട്രെയിറ്റ് താഴെ വരച്ചു. അവിടെ നിന്ന് മറ്റേ ബാക്ക് പീസിൻ്റെ അളവാണ് ഇത്. ബാക്ക് പീസ് വെച്ചപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക്. അത് ഞാനൊന്നുകൂടെ വെച്ച് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്ക് പീസ് തയ്യൽ തുമ്പോട് ചേർത്താണ് നമ്മൾ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ചിലർ ചോദിക്കും, അപ്പോൾ തയ്യൽ തുമ്പിന് എന്നാ ചെയ്യുന്നത്? തയ്യൽ തുമ്പ് ഓൾറെഡി ഈ ബാക്ക് പീസിലുണ്ട്, അതുകൂടെ കൂട്ടിയിട്ടാണ് നമ്മളിത് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ തയ്യൽ തുമ്പ് ഇതിലും വരും. ഇവിടെ 1.5 ഇട്ട് നേരെ താഴത്തോട്ട് വരച്ചു. അവിടെ നിന്ന് എത്രയാണോ അധികം വരുന്നത്, അപ്പം നമുക്കതൊരു 3 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. മിക്കവാറും ആൾക്കാർക്ക് 3 ഇഞ്ച് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പം ആ അധികം വന്നത് ഇവിടെ നമ്മൾ എടുക്കണം 3 ഇഞ്ച്. അപ്പം 1.5 ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇപ്പുറത്തോട്ട് 1.5, അപ്പുറത്തോട്ട് 1.5, അങ്ങനെ നമുക്കത് 3 ഇഞ്ച് കിട്ടും. കണ്ടോ, ഈ 3 ഇഞ്ച് ഇവിടെ വന്നു. ഇനി നമ്മളത് ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ടക്ക്. ഈ ടക്ക് നമ്മൾ ഇങ്ങോട്ട് ഇടുമ്പോഴത്തേനും ഇവിടെ അത് കുറവ് വരും. കണ്ടോ. ഇനി മറ്റുള്ള ടക്കുകളൊക്കെ എങ്ങനെയാണ് ഇടുന്നതെന്ന് ടക്കിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. സാരി ബ്ലൗസിൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ 1.5 അടയാളപ്പെടുത്തിയില്ലായിരുന്നു മേളിലോട്ട്, അതിൽ നിന്ന് അങ്ങോട്ട് ആ ടക്കിൻ്റെ അങ്ങോട്ട് വരച്ചെടുക്കണം. ഇവിടെ നിന്ന് 1 ഇഞ്ചിലേക്കും വരച്ചെടുത്ത് അടയാളപ്പെടുത്തി. ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് കയറ്റി അടയാളപ്പെടുത്തിയത്. അത് നമ്മളിങ്ങനെ വെട്ടിയെടുക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വരുമ്പോൾ അത് 1.5 ഇഞ്ചാവും. അതിലേക്ക് നമ്മൾ കയറ്റി വെട്ടി നമ്മൾ ബാക്കിയെല്ലാം അടയാളപ്പെടുത്തിയതുപോലെ തന്നെ നമ്മൾ വെട്ടിയെടുക്കുവാണേ. വണ്ടിയുടെ ശബ്ദമുണ്ട് ഇവിടെ. ഞാനിപ്പോൾ ഷോപ്പിലായതുകൊണ്ടാണ് അങ്ങനെ. വീട്ടിൽ നിന്ന് എനിക്കിപ്പോൾ വീഡിയോസ് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്കിഷ്ടംപോലെ പണിയാണ്. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഷോപ്പിലിരിക്കുമ്പോഴേ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇടുന്നില്ല. സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ വിശദമായിട്ട് പറഞ്ഞു തരുന്ന വീഡിയോസ് ചാനലിലുണ്ട് കേട്ടോ. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയുടെ ലിങ്ക്. അപ്പം നമ്മളിത് വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ കട്ടിങ്ങാണ്. കട്ടിങ് എന്ന് പറഞ്ഞാൽ ബെൽറ്റ് നമ്മൾ വെട്ടുവാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് തുണി എടുക്കുക. അപ്പം കട്ടിങ് വെട്ടാനായിട്ടുള്ള ഒരു ഭാഗം നമുക്ക് എന്നായാലും ആ തുണിയെ കാണും. അതിങ്ങനെ നേരെ മടക്കിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് 2 കട്ടിങ് ഒരുമിച്ച് കിട്ടും. നമ്മളിതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വെട്ടിയെടുത്തു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വണ്ണം കണ്ടുപിടിക്കാനായിട്ട് അടിവണ്ണം തന്നെ, അതായത് ബാക്ക് പീസിൽ നമ്മൾ അടിവശത്ത് കൊടുത്തത് എത്ര വണ്ണമാണോ അത് തന്നെയാണ് ഇതിനും കൊടുക്കുന്നത്. അപ്പം നമുക്ക് ആ ബാക്ക് പീസ് ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്കൊന്ന് വെച്ചാൽ മതി. അടിവശം അത് കറക്റ്റ് വണ്ണമാണ്. കണ്ടല്ലോ ഇത്. ഇനി ഇതിൻ്റെ ആ അളവ് തന്നെയാണ് നമുക്കിതിൽ കിട്ടുള്ളൂ. പിന്നെ ഇനി ഇതിൻ്റെ ലെങ്ത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ വശത്ത് 4.5 ഇഞ്ച്, അതായത് ഇത് നമ്മുടെ സൈഡ് വശം വരും. ഇപ്പുറവശം 4 ഇഞ്ച്, അത് നമ്മുടെ ഫ്രണ്ട് വരും. അതായത് കപ്പിൻ്റെ ഭാഗത്തുള്ള ഫ്രണ്ട് കൊളുത്തുണ്ടല്ലോ, കൊളുത്തിൻ്റെ ഭാഗത്തുള്ള ഭാഗമാണ് 4, സൈഡിൽ 4.5. ഇനി നമ്മൾ ഇതിൻ്റെ ഇവിടെ ഒരു കുഴിവ് വരുന്ന ഭാഗമില്ലേ, ആ ഭാഗം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ടക്കിൻ്റെ അകലം എത്രയാണ് നമ്മളെടുത്ത 3.8, അതാണിത്. അവിടെ നമുക്ക് 3.5 മതി. മനസ്സിലായല്ലോ? അകലം വന്നത് എത്രയാണോ അവിടെ നമുക്ക് 3.5. അപ്പം 4, 3.5, 4.5 ആ ഒരളവിലാണ്. ഇനി നമുക്കിത് യോജിച്ച് വരച്ച് എടുക്കാം. കണ്ടോ? ഇപ്പോൾ കട്ടിങ്ങിൻ്റെ ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നമ്മളിത് വെട്ടിയെടുക്കുന്നു. കണ്ടല്ലോ? അപ്പോൾ നമുക്ക് 2 കട്ടിങ്ങാണ് ഇത് നമുക്ക് സെപ്പറേറ്റ് ആക്കാം. കണ്ടല്ലോ? ഇനി നമുക്ക് ഇത് ഞാൻ ഫ്രണ്ട് പീസ് ഇതിലേക്ക് വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ മനസ്സിലാകും. കണ്ടോ? ഫ്രണ്ട് പീസ് ഞാനത് സെപ്പറേറ്റ് ആക്കാത്തതാണ്. അത് സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ ടക്കൊക്കെ ഇടാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. സൈഡിൽ കണ്ടോ അധികം നിൽക്കുന്നത്, അത് നമ്മളിവിടെ ഇങ്ങനെ ടക്കിട്ട് കൊടുക്കുമ്പോൾ ഈ അടിയത്തെ ബെൽറ്റ് ഉണ്ടല്ലോ അതിൻ്റെ അതേ അളവിൽ നമുക്കത് വരും. കണ്ടോ? ടക്കിട്ട് കഴിയുമ്പം ഈ അളവിൽ തന്നെ രണ്ടും ഒരേ അളവിൽ നമുക്ക് കിട്ടും. സൈഡ് ടക്കൊക്കെ ഇടുന്ന എങ്ങനെയാണെന്ന് ഞാൻ വേറെ വീഡിയോ ചെയ്ത് ഞാൻ പറഞ്ഞായിരുന്നു. ഒന്ന് എപ്പോഴെപ്പോഴും ആവർത്തിക്കുമ്പം അത് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളിതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്കിതിനകത്ത് വേണ്ടതെന്നു വെച്ചാൽ ക്രോസ് പീസ് മാത്രം. അത് നമ്മുടെ മിച്ചമുള്ള തുണിയിൽ നമുക്ക് ക്രോസായിട്ട് വരച്ചിട്ട് വെട്ടാം, വരയ്ക്കാതെ വെട്ടാം. എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് വരയ്ക്കാതെയും വെട്ടിയെടുക്കും. 1 ഇഞ്ച് മതി നമുക്ക് ക്രോസിന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ കടയിലായതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ആൾക്കാർ വരുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ എനിക്ക് ഈ സ്റ്റാൻഡ് മൊബൈൽ വെക്കാനുള്ളതൊന്നും മാറ്റി വെക്കാനുള്ള സംഭവമൊന്നും ഇല്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളേ.